എല്ലാവർക്കും ഈ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ഷോപ്പിംഗ് വ്ളോഗാണ്. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് 2024 ഡിസംബർ ലാസ്റ്റ് വീക്കിനാണ്. ഈ ഒരു വീഡിയോക്കകത്ത് ഒരു കുഞ്ഞു ഗ്രോസറി ഷോപ്പിംഗ് ആണ്. അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു ജാനുവരി 1st വീക്കിൽ നടത്തിയിട്ടുള്ള ഒരു കുഞ്ഞു ഷോപ്പിംഗും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടലി ഇതൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ചെന്ന പാടെ തന്നെ നട്ട്സ്, ഡേറ്റ്സ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് എടുത്തിട്ട് എൻ്റെ ഫേവറേറ്റ് സെക്ഷനായ നൂഡിൽസ് സെക്ഷനിലോട്ട് പോയിട്ട് ഇപ്പോൾ എനിക്ക് കപ്പ് നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു ഫ്ലേവർ എടുത്തിട്ടുണ്ടായിരുന്നേ. ഞാനും അച്ഛനും മാത്രം നടത്തിയിട്ടുള്ളൊരു കുഞ്ഞു ഷോപ്പിംഗ് ആണ്. അങ്ങനെ നമ്മൾ നേരെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് സെക്ഷനിലോട്ടാണ് പോയത്. അവിടെ കുറച്ച് വെജിറ്റബിൾസിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഈ ഒരു സീഡ്ലെസ് ഗ്രേപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നേ. അങ്ങനെ ആ ഒരു സെക്ഷനിൽ നിന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ അല്ലാണ്ട് വാങ്ങിച്ചിട്ട് നമ്മളിതായി ഒരു കുപ്പൂസ് അല്ലെങ്കിൽ ഈ ഒരു നാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്വീറ്റ്സ് ആയിട്ട് ഈ ഒരു പിസ്ത ഗ്രീൻ ഹൽവയും അതുപോലെ തന്നെ കാലിക്കറ്റ് ഡ്രൈ ഹൽവയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കമ്പാരിറ്റീവ്ലി ആ ഒരു പിസ്തയുടെ ഹൽവയാണ് ടേസ്റ്റ് കൂടുതലുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ചാട്ട് സെക്ഷനിൽ നിന്ന് ഈ ഒരു പാനിപ്പൂരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ പറഞ്ഞ് ഇവിടുത്തെ പാനിപ്പൂരി അടിപൊളിയാണെന്ന്. അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിവ്യൂ ഈ വീഡിയോയുടെ അവസാനമുണ്ട്, അപ്പോൾ മുഴുവനും കാണണേ. അങ്ങനെ സാലഡ് സെക്ഷനിൽ നിന്ന് ഈ ഒരു മാക്രോണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോൾ വന്നാലും വാങ്ങുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ വാങ്ങാൻ അടിപൊളിയാണ്. പിന്നെ ഈ ഒരു സെക്ഷനിൽ നിന്ന് നമ്മൾ രാത്രി കഴിക്കാനായിട്ട് ഡ്രാഗൺ ചിക്കനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുന്ന് ഫ്രഞ്ച് ഫ്രൈസിനും നഗ്ഗറ്റ്സിനും നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് വാങ്ങിച്ചു. എല്ലാ പ്രാവശ്യം വരുമ്പോഴും നമ്മൾ വാങ്ങുന്നതാണ് ഇവിടുത്തെ നഗ്ഗറ്റ്സും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും നല്ല ക്വാളിറ്റിയാണ്. പിന്നെ പുതിയതായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സോസേജ് ആണ്. എൻ്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഇപ്രാവശ്യം സോസേജ് വാങ്ങിച്ചത്. അങ്ങനെ ഈ ഒരു സോസേജ് നമ്മൾ ബ്രില്ലറിൻ്റെ ചിക്കൻ കോക്ടെയിൽ സോസേജാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ എല്ലാം റിവ്യൂ ലാസ്റ്റ് കൊടുക്കാവേ. അപ്പോൾ മിസ്സാവാതിരിക്കാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ബ്രോസ്റ്റഡ് ചിക്കനാണ് വാങ്ങിച്ചത്. അത് കോംബോ ഓഫറിനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 4 പീസ് വരുന്നത് 265 റുപ്പീസാണ് വരുന്നത്. അങ്ങനെ ഷോപ്പിംഗ് അവിടെ തീർന്നിട്ട് നമ്മൾ ബില്ലടിക്കാൻ വന്നപ്പോൾ അവിടെ കിൻഡർ ജോയുടെ അകത്തിരിക്കുന്ന ആ സ്മോൾ ബോൾ ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് മാത്രം ഇരിക്കുന്ന കണ്ടപ്പോൾ അതും എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയ ടൈം അത്യാവശ്യം നല്ല തിരക്കുള്ള ടൈമായിരുന്നു. ക്രിസ്മസ് ന്യൂ ഇയർ ആ ഒരു ടൈമായിരുന്നേ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് ഈ ഒരു ബ്രോസ്റ്റഡും ഷവർമയാണ് അന്നത്തെ ഡേ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ ഈ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. നമുക്ക് എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നല്ല ക്രിസ്പിനെസ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ഈ ഒരു മെഡിറ്ററേനിയൻ ചിക്കൻ ഷവർമ 115 റുപ്പീസാണ് വരുന്നത്. പക്ഷെ ആ ഒരു പ്രൈസിന് വർത്ത് ആണെങ്കിലും ടേസ്റ്റ് വൈസ് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ച ഈ ഒരു സാലഡ് മാക്രോണിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അതുമാത്രമല്ല, ഇത് നമ്മൾ പാസ്ത ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ പിറ്റേ ദിവസമാണ് ഈ ഒരു പാനിപ്പൂരി ട്രൈ ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പൂരി മാത്രം പുറത്താണ് വെച്ചത്. പൂരിയുടെ ക്രിസ്പിനെസ് പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നല്ല പാക്കിംഗ് ആയിരുന്നു. ആ ഒരു ക്രിസ്പിനെസ് അതേപോലെ നിന്നു. പക്ഷെ എടുത്തു പറയേണ്ടതൊന്നാണ്, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് രാമചന്ദ്രൻ ഫുഡ് കോർട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പാനിപ്പൂരിയാണ്. 60 റുപ്പീസിന് ഭയങ്കര വേർത്താണത്. ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുമുണ്ട്. സോ ആ ഒരു വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഈ ഒരു കിൻഡർ ചോക്കോ ബോൾസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കിൻഡർ ജോയുടെ അകത്തിരിക്കുന്ന ആ ഒരു ബോളാണ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്. ഇതൊരു പാക്കറ്റിനകത്ത് 4 എണ്ണമാണ് വരുന്നത്. 40 റുപ്പീസാണ്. പിന്നെ ഈ ഒരു ബോൾ ഗ്രേപ്പ് ജ്യൂസും കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ എവിടെ പോയാലും വാങ്ങുന്നതാണ്. ഇത് ഇയോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആണ്. എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ ആഗ്രഹപ്രകാരമാണ് ഈ ഒരു ചിക്കൻ സോസേജ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇത് ബ്രില്ലറിൻ്റെ സോസേജ് ആണ്. ബ്രില്ലറിൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് അടിപൊളിയാണ്. ഈ ഒരു പാക്കറ്റിൽ 500 ഗ്രാം ആണ് വരുന്നത്. ഓൾസോ ഇതിൻ്റെ പ്രൈസ് 350 റുപ്പീസാണ്. ഇത് മിനി കോക്ടെയിൽ സോസേജ് ആണ്. ഓൾസോ നമ്മൾ ഇത് ഉപയോഗിക്കുന്ന ആ ഒരു നിമിഷം വരെയും ഫ്രീസറിൽ വെക്കുക. എടുക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ എടുത്ത് പുറത്ത് വെച്ചാൽ മതി. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഒതൻറ്റിക് രീതിയിലാണ് ഈ ഒരു മസാല തേച്ച് ഫ്രൈ ചെയ്യുന്നത്. കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഓയിൽ ഒരു 3 to 4 മിനിറ്റ്സ് ഡീപ്പ് ഫ്രൈ ചെയ്തോ അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തോ എടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ ഫ്രൈ ചെയ്തപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ സാധാ റെസിപ്പീസ് ട്രൈ ചെയ്യുമ്പോൾ പിന്നെ പറയേണ്ടതില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം വീഡിയോ. സോസേജിൻ്റെ കണ്ടു നോക്കാൻ മറക്കല്ലേ. ആ ഒരു റെസിപ്പി ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ആ ഒരു വീഡിയോയിൽ മുഴുവനായിട്ടാണ് സോസേജ് ഫ്രൈ ചെയ്യുന്നത്. സ്പെഷ്യൽ ഒരു മസാലയാണ്.
ആണ്. നെക്സ്റ്റ് നമ്മൾ വാങ്ങിച്ചത് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ബ്രില്ലറിന്റെ ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലാത്തത് കൊണ്ടാണ് കെവൻറ്റർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വാങ്ങിച്ചത്. ഇത് 450 ഗ്രാം ആണ് വരുന്നത്. ഓൾസോ ഇതിന്റെ പ്രൈസ് 150 റുപ്പീസ് ആണ്. നോർമൽ ഫ്രഞ്ച് ഫ്രൈസ് പോലെ തന്നെയാണ്, ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ ഇവിടെ നോർമൽ ആയിട്ടുള്ള വെളിച്ചെണ്ണ തന്നെയാണ് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് പാർട്ട് എന്ന് പറയുകയാണെങ്കിൽ സോൾട്ട് ഒട്ടും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ ഇടുകയാണ് ചെയ്തത്, അല്ലാതെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ് വീഡിയോ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ ഡ്രസ്സ് വാങ്ങാനായിട്ട് പോത്തീസിലോട്ട് പോയതിൻ്റെ ഒരു കുഞ്ഞു പാർട്ട് വീഡിയോ ആണ്. ഈ ഒരു ഷോപ്പിംഗ് വീഡിയോക്കകത്ത് ഞാനും അച്ഛനും അമ്മയും കൂടെ ചേർന്നിട്ടുള്ളൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ ദാ നമ്മൾ നേരെ പോത്തീസിൽ ചെന്നിട്ട് ആദ്യമേ തന്നെ ഷർട്ട് പീസൊക്കെയാണ് നോക്കിയത്. ഈ ഒരു ക്ലോത്ത് എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടാണ്. പിന്നെ അച്ഛനും ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ ഞാൻ മെയിനായിട്ടും പോയത് എനിക്ക് ചുരിദാർ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു അടിപൊളി ക്വാളിറ്റി ഉള്ള ചുരിദാറിന് വെറും 1900 രൂപ മാത്രമേ ഉള്ളേ. ആ ഒരു പ്രൈസിന് നല്ലൊരു വെർത്താണ്. അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി ആയാലും അതിൻ്റെ ആ ഒരു സ്റ്റോൺ വർക്ക് ആയാലും അടിപൊളിയായിരുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഫൈനലി നമ്മൾ അങ്ങനെ ഫൈനലി ആ ഒരു പച്ച തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം ഞാൻ നോക്കിയത് ഈ ഒരു ഡ്രസ്സാണ്, പക്ഷേ എനിക്ക് പിന്നെ അത് ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു ഗ്രീൻ കണ്ടതിന് ശേഷം ഞാൻ അതിലോട്ടായേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു 2 ഷോപ്പിംഗ് വീഡിയോയും കൂടെ ചേർന്നിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.